സ്വീകരിച്ചിട്ടും എല്ലാ നിലയ്ക്കും സന്തോഷം തോന്നുന്ന തരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഈ 90 വർഷക്കാലത്തെ കഠിനമായ സമരത്തിൻ്റെയും അതിലവർക്ക് മാത്രമല്ല നമ്മൾക്കും കൂടി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പൗരനായി വളർത്തിയെടുക്കുക എന്നുള്ളത് ഓരോരോ രക്ഷിതാക്കളുടെയും കടമ കൂടിയാണ്. അപ്പോൾ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മൾ ഈ കുഞ്ഞോമനകളെ നല്ലൊരു പൗരന്മാരാക്കി വളർത്തിയെടുക്കാനുള്ള നന്മകൾ എല്ലാവർക്കും തരുന്നു മാത്രമാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കുന്നത്. നന്ദി. ദേശീയപതാക ഊട്ടുമ്പോൾ അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പരിശ്രമിക്കുന്ന മന്ദഗതികൾ ആദരവോട് സ്മരിക്കണം ധീരജവാന്മാരെ നമ്മൾ. First, I wish you all Independence Day from British World on 15th August. We are നിസ്തുലമായ സേവനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നും വിസ്മരിച്ചുകൂടാ. ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അപ്പുറത്തുള്ള ജനാധിപത്യബോധവും സ്വാതന്ത്ര്യവാഞ്ചിയും ജനഹൃദയങ്ങളിൽ ഉണർത്തുവാൻ ഇവർക്ക് കഴിഞ്ഞു. മാത്രമല്ല ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നാന്ദി കുറിക്കുവാനും കഴിഞ്ഞു. മതനിരപേക്ഷ വിശാല ദേശീയത ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയും സുഭാഷ് ചന്ദ്രബോസും ആസാദും അംബേദ്കറും പട്ടേലും നെഹ്റുവും ഒക്കെയാണ് ഈ പോരാട്ടത്തിലെ സാരഥികൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഈ നേതാക്കന്മാരുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യയെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ചൂഷണവും അക്രമവും ഒരു നിത്യസമൂഹമായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവോ എന്ന് തോന്നിപ്പോകും. ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നേട്ടങ്ങളുടെയും അവകാശ